ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ബികോം കോർപ്പറേഷൻ്റെ സ്പെഷ്യലൈസിംഗ് പേപ്പറായിട്ടുള്ള ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ICM എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഏതെല്ലാം ഏരിയക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് 2 മാർക്ക് 5 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സിലബസിൽ 5 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് 2 മൊഡ്യൂളുകൾക്കാണ്. ഒന്ന് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICMയുമായി ബന്ധപ്പെട്ട 3ാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് 2 മൊഡ്യൂൾക്കാണ്. 1ാമത്തെ മൊഡ്യൂളിനും 3ാമത്തെ മൊഡ്യൂളാണ്. ഈ 2 മൊഡ്യൂളുകളാണ് കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള മൊഡ്യൂളൊക്കെ കുറഞ്ഞ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് ചവറ് പോലെ നമ്മുടെ ബുക്കുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം ബാക്കിയുള്ള മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചാൽ മതി. 1ഉം 3ഉം മൊഡ്യൂൾ നല്ലവണ്ണം മനസ്സിലാക്കാം. ഇപ്പോൾ ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൊഡ്യൂൾ 1 കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. ഈ ഒരു പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് 7ഓളം രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ്. ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയും. ഒരു വട്ടം എക്സാമിന് ഇംഗ്ലണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ്റെ മറ്റു പേരാണെന്ത്? ഇംഗ്ലണ്ട്. ബ്രിട്ടനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിർബന്ധമായിട്ട് അറിയണം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഏത് കോപ്പറേറ്റീവ്സ് ആണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ അവരൊക്കെ ഒരുമിച്ച് കൂടിയാണ്ട് എന്ത് രൂപീകരിച്ചു? കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് രൂപീകരിച്ചു. അതാണ് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് റോബർട്ട് ഓവൺ ആണ്. റോബർട്ട് ഓവൺ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദി വേൾഡ് ആണ്. അപ്പോൾ ആരാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഫാദർ? റോബർട്ട് ഓവൺ ആണ്. അപ്പോൾ റോബർട്ട് ഓവനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, 2 കോൺട്രിബ്യൂഷനാണുള്ളത്. ഒന്ന് ലേബർ കോളനിയും മറ്റൊന്ന് ലേബർ എക്സ്ചേഞ്ചും. റോബർട്ട് ഓവന് 2 കോൺട്രിബ്യൂഷനാണ്. ഒന്ന് ലേബർ കോളനി. അദ്ദേഹം ആദ്യം എന്ത് സ്ഥാപിച്ചു? ഒരു ലേബർ കോളനി. ഇതിനെ കോപ്പറേറ്റീവ് കോളനി എന്നും പറയാറുണ്ട്. മറ്റൊന്നാണ് ലേബർ എക്സ്ചേഞ്ച്. ഈ ലേബർ കോളനിയും ലേബർ എക്സ്ചേഞ്ചും 2ഉം ഫെയിലിയർ ആയിരുന്നു. എങ്കിലും വേൾഡിലെ കോർപ്പറേഷൻ ആദ്യമായി കൊണ്ടുവന്ന വ്യക്തി എന്ന രീതിയിൽ ഈ റോബർട്ട് ഓവൺ എന്ത് പറയുന്നത്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റോബർട്ട് ഓവനെ കുറിച്ചൊക്കെ 5 മാർക്കിനോ അല്ലെങ്കിൽ ആയിട്ട് തന്നെ വരും. പിന്നീട് ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്ന മറ്റൊരു കോപ്പറേറ്റീവ് സംഭാവന നൽകിയതാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസിൽ പഠിച്ചതാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റിയും അവരുടെ പ്രിൻസിപ്പിൾസും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഈ ഒരു ചോദ്യത്തിനാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് പലതവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. വൈ റോക്ക്ഡെയിൽ ആർ കാൾഡ് പൈനേഴ്സ്? എന്തുകൊണ്ടാണ് റോക്ക്ഡെയിലിനെ പൈനേഴ്സ് എന്ന് വിളിക്കാൻ കാരണം? ഒരു 5 കാരണം, ഒരു 3 പോയിൻ്റൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത്. ആ 3 പോയിൻ്റെങ്കിലും കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ചിലപ്പോൾ ആയിട്ട് വരും. അവിടെ നമ്മൾ എഴുതേണ്ടത് റോബർട്ട് ഓവനെ കുറിച്ചും റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റിനെ കുറിച്ചൊക്കെ തന്നെയാണ്. ഇനി ഈ റോബർട്ട് ഓവനെ കുറിച്ച് ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിന് വരും. നമ്മുടെ ഈ ഒരു പേപ്പറിൽ 2 ഏരിയയിൽ റോബർട്ട് ഓവനെ കുറിച്ച് പഠിക്കാണ്ട്. ഒന്ന് ബ്രിട്ടനെ കുറിച്ച് പഠിക്കുമ്പോഴും മറ്റൊന്ന് കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് റോബർട്ട് ഓവനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ എന്തുകൊണ്ടാണ് റോക്ക്ഡെയിലിനെ പൈനേഴ്സ് എന്ന് വിളിക്കാൻ കാരണം? അതും 5 മാർക്ക് വരും. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടന് നല്ലോണം പ്രാധാന്യം നൽകുക. സെക്കൻഡാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്
അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ജർമ്മനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്താണ്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. നമുക്കറിയാം നമ്മൾ 1904 ഇന്ത്യയിലെ ആദ്യ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തായിരുന്നു? ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആയിരുന്നു. ഈ ജർമ്മനിയിൽ പഠിക്കാനുള്ള 2 വ്യക്തികളുടെ കുറിച്ചാണ്. ഒന്ന് ഷൂൾസ് ഡെലീഷ്യസ്, മറ്റൊന്ന് റെയ്ഫീഷ്യൻ. FW റെയ്ഫീഷ്യനും ഷൂൾസ് ഡെലീഷ്യനും ഈ 2 ആളെക്കുറിച്ചും കൃത്യമായിട്ട്. ഷൂൾസിൻ്റെ ഒരു ബാങ്കായിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. റെയ്ഫീഷ്യൻ സൊസൈറ്റീസ് റൂറൽ ഏരിയക്കാണ് റെയ്ഫീഷ്യൻ പ്രാധാന്യം നൽകിയത്, അർബൻ ഏരിയക്കാണ് ഷൂൾസ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ റെയ്ഫീഷ്യൻ സൊസൈറ്റിയെക്കുറിച്ചും ഷൂൾസിൻ്റെ ബാങ്കിനെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം, ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഇവിടുന്നും പരീക്ഷയ്ക്ക് നല്ലോണം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറിലെ 2 പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളാണ്. ഒന്ന് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും മറ്റൊന്ന് ബ്രിട്ടനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും. ബ്രിട്ടനിൽ മെയിനായിട്ട് റോബർട്ട് ഓവണ്, അതുപോലെ തന്നെ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റിയാണ്. ജർമ്മനിയിൽ 2 ആൾക്കാരാണ്, ഒന്ന് ഷൂൾസ് ഡെലീഷും അതുപോലെ തന്നെ റെയ്ഫീഷ്യനും. ഇനി വരുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൽ ഡയറിയാണ്, പാലാണ്. ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ലർ ബ്രാൻഡ് ട്രേഡ് മാർക്കാണ്. ഈ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി അവർ ഗുഡ്സ് എന്ത് ചെയ്തിരുന്നു? സോൾഡ് ചെയ്തിരുന്നത് ഏത് ട്രേഡ് മാർക്കാണ്? ലർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക്. 2 മാർക്കും പല തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പോൾ എന്താണ് ട്രേഡ് മാർക്ക് ഓഫ് ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്ക് ഈസ് നോൺ ആസ് ലർ ബ്രാൻഡ്. എന്താണ് ട്രേഡ് മാർക്ക് ഓഫ് ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്ക് ഈസ് കാൾഡ് ലർ ബ്രാൻഡ്. ദെൻ എന്താണ് ബുൾ ക്ലബ്ബ്? അവരുടെ ഓർഗനൈസ്ഡ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ക്രീമറീസ് എന്താണ്? അത്രയും കാര്യങ്ങളാണ് ഡെൻമാർക്കിൽ പഠിക്കേണ്ടത്. അപ്പോൾ 3 രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു: ബ്രിട്ടന്, ജർമ്മനി, ഡെൻമാർക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ ഇതുതന്നെയാണ്. പിന്നീട് വരുന്ന രാജ്യമാണ് USSR. USSRലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അറിയപ്പെടുന്നത് കോൾകോസസ്. ഈ വേർഡ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. കളക്റ്റീവ് ഫാമാണ്. അപ്പോൾ കോൾകോസ് എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ഫാം ഇൻ USSR. സോവിയറ്റ് റിപ്പബ്ലിക് അല്ലെങ്കിൽ റഷ്യയിലെ കോപ്പറേറ്റീവ് കളക്റ്റീവ് ഫാമുകൾക്ക് പറഞ്ഞ പേരാണ് കോൾകോസസ്. ഈ വേർഡ് മറക്കണ്ട. കോൾകോസസ് എന്താണ്? കളക്റ്റീവ് ഫാം ഇൻ റഷ്യ ഈസ് പോപ്പുലർലി നോൺ ആസ് കോൾകോസസ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് MTS എന്താണ്? മിഷണറി ട്രാക്ടർ സെക്ഷൻ ആണ്. ബ്രിഗാഡ്സ് എന്താണ്? സെൻട്രോ സോയൂസ് എന്താണ്? ഈ 3 ടേമും കൂടിയും റഷ്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. സെൻട്രോ സോയൂസ് എന്ന് പറഞ്ഞാൽ ഒരു പിരമിഡൽ സ്ട്രക്ചറാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റഷ്യയിലെ. അതിൽ ഏറ്റവും ടോപ്പിലാണ് എന്ത് വരുന്നത്? സെൻട്രൽ സോയൂസ് എന്ന് വരുന്നത്. ആ കാര്യം മനസ്സിലാക്കുക. ദെൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈനയിൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ചൈന പോപ്പുലർലി നോൺ ആസ് ഇൻഡസ്കോസ്. അപ്പോൾ എന്താണ് ഇൻഡസ്കോസ്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ചൈന. അപ്പോൾ ചൈനയിലെ കോപ്പറേറ്റീവ്സ് എന്തായിരിക്കും? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതി? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ തന്നെ ഒരുപാട് മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻഡസ്കോസ്. അത് ഏത് കോപ്പറേറ്റീവ്സാണ്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ചൈന ഈസ് പോപ്പുലർലി നോൺ ആസ് ഇൻഡസ്കോസ്. അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചേക്കാം. ഈ 5 രാജ്യങ്ങളാണ് മെയിനായിട്ട്. അപ്പോൾ ഏതൊക്കെ വേണ്ടത്? ഒന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ, മറ്റൊന്ന് ജർമ്മനി, അവിടെ ഷൂൾസ് ഡെലീഷ്യസും റെയ്ഫീഷ്യനും. ദെൻ ഡെൻമാർക്ക് ഡയറി കോപ്പറേറ്റീവ്സ് ആണ്. ദെൻ USSR, ദെൻ ചൈന. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കുന്ന 2 രാജ്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ജപ്പാൻ. ജപ്പാനിൽ മൾട്ടി പർപ്പസ് ആണ്. മൾട്ടി പർപ്പസ് പറഞ്ഞാൽ ഒരു ഏരിയയിൽ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഏരിയയിൽ അവരെന്ത് ചെയ്യും? ബിസിനസ് നടത്തുന്നുണ്ടായിരിക്കും. ദെൻ USA മാർക്കറ്റിംഗ് ആണ്. USSR അമേരിക്കയിലേതാണ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ 7 രാജ്യങ്ങളെ കുറിച്ചാണ് ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞത്. ആ 7 രാജ്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ മൊഡ്യൂളിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ളതാണ്. ഏത് ഭാഗവും ചോദ്യമായിട്ട് വരാം. ബാക്കിയുള്ള മൊഡ്യൂളുകൾ ഇത്ര കൂടുതൽ കണ്ടൻറ് ഇല്ല. ഈ ഒരു മൊഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൻറ്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ മൊഡ്യൂൾ 2 കോപ്പറേറ്റീവ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഈ ഒരു മൊഡ്യൂളിലൊക്കെ വളരെ കുറഞ്ഞ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ.
ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആഫ്രിക്കനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. കൂടുതലൊന്നും നിങ്ങൾ പഠിക്കണ്ട, ഒരുപാട് ഉണ്ട് നിങ്ങളുടെ ബുക്കുകളിലൊക്കെ, അത്ര കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ. ജസ്റ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആഫ്രിക്കയിൽ ഒരുപാട്, നമുക്കറിയാം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ പട്ടിണി പാവങ്ങളാണ്, പുവർ പീപ്പിൾസാണ്. അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, കോപ്പറേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ചിലപ്പോൾ ഒരു 5 മാർക്കിന് വരാം, വന്നിട്ടൊന്നുമില്ല ആ ചോദ്യം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ അറിഞ്ഞിട്ടുണ്ട് കൊക്കോക്കോ കോപ്പറേറ്റീവ്സ് ഇൻ സിറിയൻ ലിയോൺസ്. സിറിയൻ ലിയോണിലെ കൊക്കോ നമുക്കറിയാം, കൊക്കോ അല്ലേ, നമ്മൾ കൊക്കോക്കായി എന്ന് വെച്ചിട്ട് തന്നെയാണ്. അത് വിൽപ്പന നടത്താൻ വേണ്ടി അവർ ഒരുമിച്ച് നടത്തിയ ഒരു കോപ്പറേറ്റീവ്സ് ആണിത്. സിറിയ ലിയോൺസ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യയിലെ കൊക്കോ കോപ്പറേറ്റീവ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു ടോപ്പിക്കാണ് അക്കോസ്ക, ആഫ്രിക്കൻ കോൺഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സേവിങ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ. ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്താണ് ആഫ്രിക്കൻ കോൺഫെഡറേഷൻ ആണ്, എന്തിനാണ്, കോപ്പറേറ്റീവ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ ആണ് അല്ലേ. അവരുടെ ഉള്ള മെമ്പേഴ്സിൻ്റെ സേവിങ്സ് കൂട്ടാനും അവർക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യാനും ആഫ്രിക്കയിൽ ജനങ്ങൾ രൂപീകരിച്ച ഒരു സംഘടനയുണ്ട് അക്കോസ്ക, ആഫ്രിക്കൻ കോൺഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സേവിങ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ. എസ് ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിന് ഈ ഒരു ചോദ്യം വരാറുണ്ട്. സ്ഥിരം റിപ്പീറ്റഡ് ചോദ്യമാണ്, ആ കാര്യം മനസ്സിലാക്കാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ടാൻസാനിയ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. റയറായിട്ട് ചോദിക്കാറുള്ളൂ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും. ടാൻസാനിയ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. TFC എന്ന് പറയും, ടാൻസാനിയ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. ഷോർട്ട് ഫോമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ കിളിമഞ്ചാരോ നാറ്റീവ് കോപ്പറേറ്റീവ് യൂണിയൻ. ടാൻസാനിയയിൽ തന്നെയാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത് ടാൻസാനിയയിലെ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഒരു മല പ്രദേശമാണ്, എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. 1925 കിളിമഞ്ചാരോ നാറ്റീവ് കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിച്ചത്. അതൊരു അറബിക് കോഫിയാണ്, അതായത് ടീ, ചായ ഉണ്ടല്ലോ, ചായയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് അത് വിൽക്കാനും വേണ്ടിയാണ്. അതിൻ്റെ ആസ്ഥാനം അവിടെ തന്നെയാണ്, ടാൻസാനിയ. അപ്പോൾ KNCU എന്ന് പറഞ്ഞാൽ കിളിമഞ്ചാരോ നാറ്റീവ് കോപ്പറേറ്റീവ്സ് ആണ്. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ വരാറുണ്ട്. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സ്പാൻഷൻ ആണ് EPOPA, എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് ഓർഗാനിക് പ്രൊഡക്റ്റ് ഫ്രം ആഫ്രിക്ക. ജസ്റ്റ് ഈ ഒരു എക്സ്പാൻഷൻ അറിഞ്ഞാൽ തന്നെ മതി, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ഈ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ചോദ്യമുള്ളൂ, അക്കോസ്ക. അതെല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കാം. ദെൻ TFC കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക, ടാൻസാനിയ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. ഏറ്റവും പ്രധാനം അക്കോസ്കക്ക് നൽകുക, അതിൻ്റെ സ്ട്രക്ചറും ഒബ്ജക്റ്റീവ്സും കൂടി പഠിച്ചു വെക്കാം. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. വേൾഡിലെ ഒരു 3 കോൺട്രിബ്യൂട്ടേഴ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റോബർട്ട് ഓവനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്ന് കോപ്പറേറ്റീവ് കോളനിയാണ്, ഒന്ന് ലേബർ എക്സ്ചേഞ്ച് ആണ്. കോപ്പറേറ്റീവ് കോളനി എന്തും കൂടി പറയും, ലേബർ കോളനീസും കൂടി പറയും. അപ്പോൾ റോബർട്ട് ഓവൻ എസ് ആയിട്ടോ 5 മാർക്കിനോ യൂണിവേഴ്സിറ്റി എക്സാമിൽ എന്നും ഉണ്ടാവുന്നതുണ്ട്. അപ്പോൾ റോബർട്ട് ഓവനെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിക്കാം. ദെൻ VL മേത്ത, വൈകുണ്ഠ് മേത്ത ഇന്ത്യക്കാരനാണ്. VL മേത്തയെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനും 1964 അദ്ദേഹം കൊണ്ടുവന്ന റെക്കമെൻഡേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയ പ്രധാനപ്പെട്ട ടോപ്പിക്കൊന്നല്ല. ദെൻ ഗാഡ്ഗിലിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചേക്കാം, DGICM, ധനഞ്ജയ് റാവു ഗാഡ്ഗിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ചിലപ്പോൾ 2 മാർക്കിന് വന്നു തന്നെയുള്ളൂ, വലിയ പ്രധാനമൊന്നുമില്ല. അപ്പോൾ കോൺട്രിബ്യൂട്ടേഴ്സ് 3 വ്യക്തികളെ കുറിച്ച് ചിലപ്പോൾ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റൊക്കെ എസ് ആയിട്ടൊക്കെ ചോദ്യം വരാം. അങ്ങനെ കണ്ടുപഠിക്കുക. എടുത്ത് പഠിക്കേണ്ടത് ഒറ്റയാൾ റോബർട്ട് ഓവനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് വരും. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ആണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, ICA. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത്
എന്താണ് ICA? ICAൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. വേൾഡിലെ കോർപ്പറേഷനെ നിയന്ത്രിക്കുകയും കോർപ്പറേഷൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് എന്ത്? ICA. അപ്പോൾ വേൾഡിലെ കോർപ്പറേഷനെ കൺട്രോൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഏതൊരു രാജ്യത്തെയും കോർപ്പറേഷനെ കൺട്രോൾ ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ട്രെയിനിങ് കൊടുക്കുക, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെയാണ് എന്ത്? ICAയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ICA എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും. ICA രൂപീകരിച്ച എന്താണ്? 1895 ICA രൂപീകരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെ? ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണെന്ത്? ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ. കോർപ്പറേഷന് 7 പ്രിൻസിപ്പിൾസ് സംഭാവന ചെയ്ത ആരാണ്? ICA ആണ്. 1995 കോർപ്പറേഷന് 7 പ്രിൻസിപ്പിൾ സംഭാവന ചെയ്തത് ICA ആണ്. അപ്പോൾ വേൾഡിലെ കോർപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്ന അപ്പെക്സ് ആയിട്ടുള്ള ഏറ്റവും വലിയ സംഘടനയാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വെക്കുക. 5 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ICAയുടെ ഒബ്ജക്റ്റീവ്സ്. ദെൻ ഗവേണിംഗ് ബോഡീസിനെ കുറിച്ചും റീജിയണൽ ഓഫീസും ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ എന്ന് പറഞ്ഞു. ഈ ജനീവക്ക് പുറമെ ഒരുപാട് റീജിയണൽ ഓഫീസ് ICAക്ക് ഉണ്ട്. അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ വരുന്നത് ഒരൊറ്റ ടോപ്പിക്കാണ്, വലിയൊരു ടോപ്പിക്കാണ്. സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഓഫ് ICA. ICAക്ക് ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് സെക്ടറൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ പറഞ്ഞു വേൾഡിലെ കോർപ്പറേഷനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് ICA. ഈ ICAയുടെ പല മേഖലകളിലും ആ ഒരു മേഖല കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സംഘടനകളുണ്ട്. അതാണ് താഴെ നൽകുന്നത്. അതിലൊന്നാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. എന്തിനാണ്? അഗ്രികൾച്ചറിനെ മാത്രം ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യാൻ. ഇവിടെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ഫുൾ ഫോമാണ്. ICAO എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതൊക്കെ എഴുതാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്: ഇറ്റ്സ് എ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ICA, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഓഫ് ICA. എന്തിനാണ്? അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. ആ കാര്യം മാത്രം അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനാണ് ICAO. രണ്ടാമത്താണ് കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ അല്ലെ, ബാങ്ക് പ്രൊമോട്ട് ചെയ്യണത് ICBA. ഫുൾ ഫോം കറക്റ്റ് മനസ്സിലാക്കുക. ഈ ഷോർട്ടായിരിക്കും പരീക്ഷ ചോദിക്കുക. ICBA എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ. ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ICAയുടെ സെക്ടറൽ ഓർഗനൈസേഷൻ ആണ് ICBA. ദെൻ IHCO, ഇൻ്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെ. ഹെൽത്ത്, ആരോഗ്യ മേഖല ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യാനും ആരോഗ്യ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകാനുള്ളതാണെന്ത്? IHCO. ഇതിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറി ഓർഗനൈസേഷൻ. ഫിഷറീസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണിത്. ഇതൊക്കെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഏരിയയിലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ICF എന്ന് പറഞ്ഞാൽ ഫിഷറീസിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. ദെൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ വേൾഡ് വൈഡ്. ഇതാണ് ഇവിടെ എടുത്ത് ഒന്നും കൂടി പ്രാധാന്യം നൽകി പഠിക്കേണ്ടത്. പല തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് 5 മാർക്കിനൊക്കെ വന്നിട്ടുണ്ട്. CCW, കൺസ്യൂമർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ്. അപ്പോൾ വേൾഡ് മൊത്തത്തിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ സെക്ടറൽ ഓർഗനൈസേഷൻ ആണെന്ത്? അപ്പോൾ ICAയുടെ ഒരു സെക്ടറൽ ഓർഗനൈസേഷൻ ആണെന്ത്? CCW. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പഠിക്കുക. 5 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. പിന്നീടാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഓർഗനൈസേഷൻ അല്ലെ. ഹൗസിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ICA ഹൗസിംഗ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ആൻഡ് മ്യൂച്വൽ ഇൻഷുറൻസ് ഫെഡറേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് ഫോമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു വേണ്ട. ഒരു എസ്സേ കണ്ടുകാണ്ട് എഴുതാനും. ഇനി ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫോം കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ എഴുതാനും അതേക്കുറിച്ച് കുറഞ്ഞ സെൻറ്റൻസ് എഴുതാനും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ CCW എടുത്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ 2 ഏരിയകളെ വരുന്നുള്ളൂ. ഒന്ന് ICAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെക്ടറൽ ഓർഗനൈസേഷനും.
ഈ സെക്ടറൽ ഓർഗനൈസേഷൻ ചിലപ്പോൾ എസ് ആയിട്ട് വരാം. ദെൻ മൊഡ്യൂൾ 4 റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അല്ലെ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ റോള്, പങ്ക് എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ പങ്ക്? അതിൽ വരുന്നത് ഒരു 4 ഓർഗനൈസേഷനാണ്. ഈ 4 ഓർഗനൈസേഷനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. ഫുൾ ഫോം അറിഞ്ഞാൽ തന്നെ ഒരുവിധം അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. ഫസ്റ്റാണ് ILO. ILO എന്ന പേരുള്ളൂ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. 1919 ILO രൂപീകരിക്കുന്നത്. ILOൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്? ലേബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ലേബേഴ്സിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലേ, അവരുടെ ആവശ്യങ്ങളൊക്കെ അവർക്ക് ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ വാങ്ങി കൊടുക്കുക. എന്താണ് എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിച്ച് അവർക്ക് ആവശ്യമായുള്ള നിർദ്ദേശങ്ങളും അവർക്ക് സപ്പോർട്ട് നൽകാനുമാണെന്ത് ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. 1919 നിലവിലുണ്ടോ. അപ്പോൾ ILOൻ്റെ ഫുൾ ഫോം മറക്കണ്ട, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ദെൻ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എന്ന് പറയും. ചിലപ്പോൾ വേൾഡ് ബാങ്ക് എന്നൊക്കെ പഠിച്ചു ഉപയോഗിക്കാം. വേൾഡ് ബാങ്ക് എന്തുതന്നെയാണ്? IBRD ആണ്. വാഷിങ്ടണിലാണ് ആസ്ഥാനം. 1943 കേട്ടോ. ബ്രിട്ടൻ വുഡ് ട്വിൻസ് ആണ് IMFും വേൾഡ് ബാങ്കും. 1943 വേൾഡ് ബാങ്ക് നിലവിലുള്ളത്. വേൾഡ് ബാങ്കിൻ്റെ മറ്റു പേരാണ് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD. IBRDയും അതിൻ്റെ ഫങ്ഷനും നമുക്കറിയാം. വേൾഡിലെ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടെങ്കിൽ അവർക്ക് ലോണുകൾ, കാര്യങ്ങൾ, ഫണ്ട്, അസിസ്റ്റൻസ് കൊടുക്കുക. അതാണ് വേൾഡ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബാങ്കിനെ എന്ത് ചെയ്യുക? റീകൺസ്ട്രക്ട് ചെയ്യുക. ഏതെങ്കിലും രാജ്യങ്ങളിലെ ബാങ്കിന് എന്ത് ചെയ്യുക? റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഫണ്ടുകൾ, കാര്യങ്ങൾ നൽകാം. പിന്നീട് വരുന്നതാണ് വേൾഡ് അസംബ്ലി യൂത്ത് വേ. പലവട്ടം യൂണിവേഴ്സിറ്റി എക്സാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 5 മാർക്കിനൊക്കെ വരാറുണ്ട്. വേൾഡ് അസംബ്ലി യൂത്ത്, അല്ലെ, യൂത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, യൂത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷന്. അപ്പോൾ യൂത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള വേൾഡ് ലെവലായിട്ടുള്ള ഒരു സംഘടന ഉണ്ട്, വേൾഡ് അസംബ്ലി യൂത്ത്. 1949 രൂപം കൊണ്ടത്. അതിൻ്റെ ബെനിഫിറ്റ് പഠിച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലൊക്കെ ആകെ 4 സംഘടനകളെ വരുന്നുള്ളൂ. അതിൽ നിങ്ങൾ കുറച്ചും കൂടി പ്രാധാന്യം എന്തിനു കൊടുക്കുക? വേൾഡ് അസംബ്ലി യൂത്തിന് കൊടുക്കാം. ദെൻ മറ്റൊരു സംഘടനയാണ് ആഫ്രോ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മീനിങ് ചെയ്താൽ അവിടെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ, ആഫ്രിക്കയിലും ഏഷ്യയിലും പാടുകയാണ്. എന്തിനാണ്? റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അല്ലേ, ഗ്രാമത്തിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതാണെന്ത് ആഫ്രോ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ്, AARDO. അപ്പോൾ ഇതിന് കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വരണം, ആഫ്രോ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. പരീക്ഷയ്ക്ക് വരാറുണ്ട്. 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഇത് വരും. AARDO എന്താണ്? ആഫ്രോ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഇങ്ങനെ വരുന്നത് 1963 അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു വെറും 4 ടോപ്പിക്കുള്ളൂ. ആ 4 ടോപ്പിക്കും കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ തന്നെ ഇവിടെ നിന്നുള്ള മാർക്ക് കിട്ടും. മൊഡ്യൂൾ 5 ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻ, വളരെ സിമ്പിളായുള്ള മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻ. ഒരു 2 മാർക്കിന് എഴുതാൻ കണ്ടുകാണ്ട് ഈ ഒരു ടേം പഠിച്ചേക്കുക. എന്താണ് ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻ? ചിലപ്പോൾ 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ്സ് ആണ്. ഒന്നാണ് ഇഫ്കോ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. 5 മാർക്കിനാണ് ഇഫ്കോ ചോദിക്കാറുള്ളത്. ഇഫ്കോൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ്സ് ആണ്. ഇവിടെ എന്തിനാണ്? ഫെർട്ടിലൈസേഴ്സ്, അല്ലേ, വളം ഉണ്ടല്ലോ, രാസവളങ്ങൾ, അതൊക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ്സ് ആണെന്ത് ഇഫ്കോ. ഇഫ്കോ രൂപീകരിച്ചത് 1967 അത് ഇഫ്കോൻ്റെ ഓരോ ഒബ്ജക്റ്റീവ്സ് ഇതുപോലും എന്തിനാണ്? ഫാർമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം. ഏത് ഫാർമേഴ്സിനെ? ഫെർട്ടിലൈസേഴ്സ് കച്ചവടം നടത്തുന്ന ഫാർമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കോപ്പറേറ്റീവ്സ് ആണെന്ത് ഇഫ്കോ. ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ദെൻ
അമുലാണ്. ആനന്ദ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണിത് അമുൽ. അമുൽ രൂപീകരിച്ചത് 1946 ഗുജറാത്തിലെ ആനന്ദാണ് ഇതിൻ്റെ ആസ്ഥാനം. അമുലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദ് അല്ലേ. ആനന്ദ് ഒരു മിൽക്ക് പട്ടണമാണ്. ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഭാഗം, അതായത് ധവള വിപ്ലവത്തിൻ്റെ ഭാഗമാണിത് അമുൽ. ഇതിൻ്റെ ഭാഗമാണ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലേ. ധവള വിപ്ലവത്തിൻ്റെ ഫാദർ ആരാണ്? വർഗീസ് കുര്യനാണ്. അത്തരം കാര്യങ്ങളൊന്നും അറിയണ്ട. ജസ്റ്റ് അമുലിനെ കുറിച്ചും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 5 മാർക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NCUI. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇന്ത്യയിലെ കോർപ്പറേഷൻ്റെ അപ്പെക്സ് അതോറിറ്റിയാണെന്ത്? NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പഠിച്ചൊക്കെ 5 മാർക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്കാണ് ഇവിടെ വരുന്നത്. ഈ 3 ടോപ്പിക്കും അതിൻ്റെ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും കൃത്യമായിട്ട് പഠിച്ചേക്കാം. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്ക് കിട്ടും. ചില പരീക്ഷയ്ക്ക് ഈ 3 വന്നിട്ടുണ്ട്, ചില പരീക്ഷയ്ക്ക് ഇവിടുന്ന് 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 3 പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ NCUI ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാണ്. NCUIൻ്റെ അണ്ടറിൽ 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് NCCT അല്ലേ, മറ്റൊന്ന് NCCE, നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. ഫസ്റ്റ് മെഡ്യൂളിലാണ് ഒരുപാട് കാര്യങ്ങളുള്ളത്. പക്ഷേ ബാക്കിയുള്ള മെഡ്യൂളിലൊക്കെ 2-3 ടോപ്പിക്കുകളൊക്കെ പഠിക്കാറുള്ളൂ. അപ്പോൾ എല്ലാ മെഡ്യൂളിലെയും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പറഞ്ഞു നൽകാം. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക്, ജയിക്കാനുള്ള മാർക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് എക്സ്പാൻഷൻ ഇവിടെ ഉണ്ട്. ആ എക്സ്പാൻഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അങ്ങനത്തെ പേപ്പറാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.